ഈ കുംഭമേള കണ്ടപ്പോൾ മനസ്സിലായത് അതൊരു ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ഒരു അത്ഭുതകരമായ ആശ്ചര്യജനകമായ ഒരു ഇവൻ്റാണ്. കാര്യം അവിടെ പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന പോലെ അത്രയും ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നതിൻ്റെ ഒരു ഇതവിടെ കാണുന്നുമില്ല. ഇപ്പോൾ നദികളായിക്കോട്ടെ എല്ലാം നല്ല തെളിനീരോളെയാണ് നദികളൊക്കെ ഉള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത സമയത്ത് നടന്ന തിക്കിലും തിരക്കിലും പക്ഷേ അതുപോലും അത്ര വിശാലമായിട്ട് 37 കിലോമീറ്റർ ഒക്കെയോ ചതുരശ്ര കിലോമീറ്റർ എന്തോ ആണ്, 1000 കിലോമീറ്ററോളം ഈ റോഡുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയൊരു അത്ഭുതം. പക്ഷേ എങ്ങനെയാണ് ഇത് നടക്കുക എന്നുള്ളതും പിന്നെ എത്രത്തോളം സന്യാസ മഠങ്ങളും ഒക്കെ. വിശാലമായ സ്ഥലമുണ്ട് എന്ന് നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 1,00,000 പേരാണ് ശബരിമലയിൽ ചെല്ലുന്നത് ഒരു ദിവസം. 80,000 to 1 lakh. ഇവർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ശബരിമലയിൽ ഇല്ല. ബാക്കി ഫോറസ്റ്റാണ്, നമുക്കത് കിട്ടാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരും സമ്മതിക്കില്ല, നമ്മുടെ ഫോറസ്റ്റുകാരും സമ്മതിക്കില്ല. സോ അവർ സ്പേസ് ഈസ് വെരി ലിമിറ്റഡ്. വർക്കലയിൽ പോവുക, സ്പേസ് ഈസ് വെരി ലിമിറ്റഡ്. ശംഖുമുഖം കടപ്പുറം ഇപ്പോൾ ഇല്ലാതെയായി. നമ്മളുടെ തീർത്ഥസ്ഥാനങ്ങൾ എപ്പോഴും അതിന് ചുറ്റുമൊക്കെ ആൾക്കാർ വീടൊക്കെ വെച്ച് താമസിച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ അനങ്ങാൻ പറ്റില്ല. ഒരു 20,000 പേർക്ക് കൂടാവുന്ന ഒരു ക്ഷേത്രം ഏതാ ഉള്ളത് കേരളത്തിൽ? 20,000 പേരെ ഒരേ സമയത്ത് ഉൾക്കൊള്ളിക്കാം, തിക്കും തിരക്കും ഇല്ലാതെ. പ്രയാസമാണ്. ഒന്നാമത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഡിസൈൻ തന്നെ ഈ വളരെ അകത്ത് ശ്രീകോവിലിനടുത്ത് പോയാൽ മാത്രമേ നമുക്ക് കണ്ടു തൊഴാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. വലിയ ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആനപ്പന്തലിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, വെറുതെ അങ്ങ് തൊഴാം, അത്രേ ഉള്ളൂ. കാരണം അവിടെ നിന്ന് തൊഴാൻ വേണ്ടിയിട്ടല്ല ഡിസൈൻ. അതുകൊണ്ട് ആ വിസിബിലിറ്റി അവർ കൂട്ടി ചില അമ്പലങ്ങളിലുണ്ട്, ചിലയിടത്തില്ല. അപ്പോൾ നമ്മളുടെ സിസ്റ്റം തന്നെ വേറെയാണ്. വലിയ ആൾക്കൂട്ടം നമ്മളങ്ങനെ ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ടില്ല. സ്ഥലവുമില്ല. കേരളം വളരെ ചെറിയൊരു സ്ഥലമല്ലേ. എന്താ ഉത്തർപ്രദേശിൽ ജനസംഖ്യ എത്രയാണ്? 26 കോടി. നമ്മുടെ 4 കോടി. ഉത്തർപ്രദേശിൻ്റെ വിസ്തീർണം എത്രയാണ്? ഒരു കൊച്ചു കേരളം കൊണ്ടുപോയി ഉത്തർപ്രദേശിൽ വയ്ക്കുന്നതാണ് ഈ കുംഭമേള. അതുപോലും കുറവാണ്. ഒരു ഫുൾ ഓസ്ട്രേലിയ വല്ലതും ഒരു ദിവസം അവിടെ കൊണ്ടുപോയി വയ്ക്കുന്ന സ്ഥിതി. സോ നമ്മളുടെ സ്പേസ് ലിമിറ്റേഷൻ, നമ്മളുടെ കൺസ്ട്രക്ഷണൽ സ്പെഷ്യാലിറ്റി, അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ അവർക്കിതുപോലത്തെ വലിയ ഇവൻറ്റ് നടത്താൻ സ്ഥലമുണ്ട്, അതിനുള്ള സാമർഥ്യമുണ്ട്. നമുക്ക് നമ്മുടെ സാമർഥ്യമുണ്ട്. ആ സാമർഥ്യം തന്നെ വലിയ ബുദ്ധിമുട്ട്. ഈ ആന എഴുന്നള്ളത്ത് വേറെ ഒരു സ്ഥലത്തുമില്ല. ഉണ്ടോ? തമിഴ്നാട്ടിലില്ല, കർണാടകത്തിൽ ഒക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്നവരല്ലേ. ആനയില്ലാത്ത ആൾക്കാർ തമിഴ്നാട്ടിലെ എല്ലാ ആനയും ഭസ്മമൊക്കെ പൂശി അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അത് ഷോ പീസായിട്ട് അവിടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുക, 10 രൂപ മേടിക്കുക, ഇതൊക്കെയാണ് ആനയുടെ ജോലി. വേറെ പണിയില്ല. ഇവിടെ നമ്മളങ്ങനെയല്ല. നമ്മളെപ്പോലെ ആനയെ എഴുന്നള്ളിക്കുക, ആനയെ അലങ്കരിച്ച് പഞ്ചാമരം, ആലവട്ടം, ചെണ്ട, അത് ഇതൊക്കെ ആയിട്ട് വേറെ ഏത് സ്ഥലത്തുണ്ട്? അവരിവിടെ വരുമ്പോൾ ഇത് കണ്ടാൽ തമ്മിടുകയാണ്. തൃശ്ശൂർ പൂരം കണ്ട് ആ സമയം ഇത് ഇങ്ങനൊരു കലാപരിപാടിയോ? അവർക്ക് സങ്കല്പിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആനയൊക്കെ അവിടെയുണ്ട്. നമ്മളെ ആനകളേക്കാൾ പൊക്കം കുറവാണെന്നേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ആനയൊക്കെ ഉണ്ട്. ബീഹാർ ആന എന്നൊക്കെ പറയുമ്പോൾ പൊക്കം കുറവാണ് അതിന്. അതുകൊണ്ട് നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഈ സർക്കസുകാരുടെ ആനയൊക്കെ ബീഹാറി ആനകളാണ്. ചെറിയ ആനയായിരിക്കും, നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ബട്ട് ഇപ്പോഴും അവരത് തയ്യാറാകുന്നില്ല ആന എഴുന്നള്ളത്തിന്. അവരിവിടെയാണ് വരുന്നത് ഇത് കാണാൻ, തൃശ്ശൂർ പൂരത്തിനും മറ്റും. ഇപ്പോൾ നോക്കിക്കോ, തൃശ്ശൂർ പൂരത്തിൻ്റെ ക്രൗഡ് അൺമാനേജബിളായിക്കൊണ്ടിരിക്കുന്നു. ബേസിക്കലി പൂരം കലക്കി ബഹളം ഒക്കെ ഇതിൻ്റെ മൂലകാരണം എന്താ? ആൾക്കൂട്ടമാണ്. ഒരു 10,000-3000 പേരെ അവിടെ ഉള്ളൂ എന്ന് വെച്ചോ, ഒരു പ്രശ്നമില്ല. തേക്കിൻകാട് മൈതാനത്ത് സന്തോഷമായിട്ട് കറങ്ങാം, പൂരവും കാണാം, എല്ലാത്തിനും സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട്. ആൾ കൂടിക്കഴിയുമ്പോൾ ശ്വാസം മുട്ടി പ്രശ്നമായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തൃശ്ശൂർ പൂരത്തിന് മാക്സിമം വരാവുന്ന ആളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടുതലായിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം നിയന്ത്രണം വിട്ടു പോകും. സ്ഥലമില്ല. പക്ഷേ ഈ ഉള്ള സ്ഥലത്ത് നമ്മൾ നടത്തുന്നത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. കേരളത്തിൻ്റെ ഭാരതത്തിന് കൊടുത്ത ചില സംഭാവനകളുണ്ട്.
അതിലൊന്ന് നമ്മുടെ ഉത്സവങ്ങളാണ്. ഇതുപോലത്തെ ഉത്സവങ്ങൾ വേറെ ഒരു സ്ഥലത്തുമില്ല. ഒരു സ്ഥലത്തും നോക്കിയാൽ അവർക്ക് ജനറൽ ഉത്സവങ്ങൾ, ദീപാവലി, ദസറ, ഇതുപോലെയുള്ള ആഘോഷ ദിവസങ്ങൾ. അല്ലാതെ ഓരോ അമ്പലത്തിനും ആറാട്ട്, അത് 8 ദിവസത്തെ ആറാട്ടെന്ന് വിളിക്കും, പൂരം എന്ന് വിളിക്കും, ചെറപ്പ് എന്ന് വിളിക്കും, വേല എന്ന് വിളിക്കും, പല പേരുകളിൽ വിളിക്കും. 8 മുതൽ 10 ദിവസം വരെ കിടക്കപ്രതിയില്ലാത്ത ആഘോഷമാണ്. ഇങ്ങനെ ആഘോഷിക്കുന്നൊരു ജനത വേറെ ഉണ്ടോ? നമ്മളുടെ ഉത്സവ സീസൺ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഉത്സവ സീസണാണ്. അതെ, ഓരോ അമ്പലത്തിലായിട്ട് 10 ആന 15 ആന അത് ഇത് ഹൈക്കോടതി ഇടപെടുന്ന അവസരം നടക്കുന്നില്ല. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ തൂക്കിക്കൊല്ലാനൊക്കെ പിടിച്ചുകൊണ്ട് പോയല്ലോ തൃപ്പൂണിത്തുറയെന്ന്. തൂക്കിക്കൊന്നാൽ കൊന്നു, അത്രയേ ഉള്ളൂ. അയാളെ ശിക്ഷ അനുഭവിക്കും എന്നുള്ളതല്ലാതെ ഈ പ്രോസസ്സ് ഇത് മാറ്റാൻ പറ്റില്ല. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കോടതിയും ഒരു പരിധി വിട്ടതിനകത്ത് ഈ ഞാൻ എപ്പോഴും കേട്ടുള്ള ആനക്കൂട്ടം, ഹെർഡ് ഓഫ് എലിഫൻസ് എന്നാണ് ആനയെ പറയാറുള്ളത് ഇംഗ്ലീഷിൽ. അവർ മുട്ടിയുരുമിയാണ് നടക്കുന്നത്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്ന് ശരി വേണമായിരിക്കും, ബട്ട് ഓൺ വാട്ട് ബേസിസ്? ഞാൻ നോക്കുമ്പോൾ ആനകൾ മുട്ടിയുരുമിയാണ് നടക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇടിച്ചിടിച്ചാണ് ആന നടക്കാറുള്ളത്. ഈ ഒരാനയ്ക്ക് മറ്റേ ആനയുടെ ശത്രുതയൊക്കെ ഉണ്ടാകുന്ന അത് വല്ല മതപ്പാടലകോ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ അപൂർവം സംഭവിക്കുന്നതാണ്. അതർവൈസ് ഒരാന മറ്റേ ആനയുമായിട്ട് പിണക്കമൊന്നുമില്ല, സുഖമായിട്ട് മുട്ടിയുരുമി അവർ നിൽക്കുന്നുണ്ട് എത്രയോ സ്ഥലത്ത്. എനിവേ, ഞാൻ ഹൈക്കോടതിയുടെ വിസ്ഡം ചലഞ്ച് ചെയ്യുന്നില്ല. ദേ ഹാവ് ദെയർ ഓൺ റീസൺസ്, ബട്ട് ദിസ് ഈസ് ദ വേ ഐ സീ ഇറ്റ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് നടത്തുന്നൊരു കൂട്ടരാണ് നമ്മൾ. അപ്പം നമുക്ക് കുംഭമേള ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഖേദിക്കാനൊന്നുമില്ല. മൊത്തം ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ കുംഭമേള, നമ്മുടെ കോൺട്രിബ്യൂഷൻ ആനമേള.